കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്മാർട്ട് ഫോൺ പിടിച്ചെടുത്തു. 5-ാം ബ്ലോക്കിന്റെ പിൻഭാഗത്തു നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് ആവർത്തിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഫോൺ, ഒരു സ്മാർട്ട് ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴത് മാറി ജയിലിലും സ്മാർട്ട് ഫോണൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിലും ജയിലിലെ സുരക്ഷ പ്രത്യേകം ചർച്ച ഒക്കെ ആയതാണ്. എന്താണ് വിവരങ്ങൾ അരുൺ? വിജയകുമാർ, ഇന്ന് ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്മാർട്ട് ഫോൺ കണ്ടെത്തിയത്. 5-ാം ബ്ലോക്കിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് ജയിലിനകത്തു നിന്ന് തന്നെ ഒരു വിവരം ഈ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു പരിശോധന ഉണ്ടായത്. ഈ സ്മാർട്ട് ഫോണിനൊപ്പം ഇത് ചാർജ് ചെയ്യുന്ന ചാർജറും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിജയകുമാർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്ന മൊബൈൽ ഫോണുകൾ പഴയ മോഡൽ ചെറിയ ഫോൺ ആയിരുന്നു പിടികൂടാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇന്ന് പിടികൂടിയിട്ടുള്ളത് പുതിയ മോഡൽ, റെഡ്മിയുടെ പുതിയ മോഡൽ സ്മാർട്ട് ഫോണാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം സ്മാർട്ട് ഫോണുകളും ചാർജറും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോഴും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ എത്തിച്ച സാധനം ഒളിപ്പിച്ച നിലയിലും ഈ ഉപയോഗം ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന ഘട്ടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൽ ഒരു പുരോഗതിയും ഉണ്ടാവാറില്ല. നേരത്തെ ഈ ജയിലിന് പുറത്തു നിന്നും മതിലിന് മുകളിലൂടെ മൊബൈൽ ഫോണുകളും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന അത്തരം സംഘങ്ങളിൽപ്പെട്ട ആൾക്കാരെ പിടികൂടിയിരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ എറിഞ്ഞു കൊടുക്കുന്നതിന് പ്രത്യേക സംഘം തന്നെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് തടയുന്നതിന് വേണ്ടി പ്രത്യേക നിരീക്ഷണവും സുരക്ഷ ശക്തമാക്കും എന്നൊക്കെയായിരുന്നു പോലീസും അതോടൊപ്പം